ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ റിലീസായിട്ടുണ്ട്, ടീസറാണ്. അപ്പോൾ 1 മിനിറ്റ് 56 സെക്കൻഡ്, 1 മിനിറ്റ് 36 സെക്കൻഡ് ഞാൻ ഓൾറെഡി കണ്ടു. സോ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ടീസർ റിയാക്ഷനോട് ചെയ്ത് നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാമല്ലോ. മേക്കേഴ്സ് ഓഫ് ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX. കോക്കാച്ചി പുള്ളിക്ക് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി റോൾസ് കിട്ടുന്നു. മറ്റേ റോണി വർഗീസ് അല്ലേ? അതെ അതെ. ബോംബ് സ്റ്റാർ സിജു വിൽസൺ. നൈസ്. കുഡോസ് ടീം ഉണ്ട്. ഇത് ഓൾറെഡി അറിയായിരുന്നു, അവർ ഡിസേർവിംഗ് ആണ്. ഇത് മറ്റേ അവരുടെ പേര് വന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. കോക്കാച്ചി. ഇത് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുഡോസ് ടീമിൽ ഇവർക്ക് ഇതിൽ ചാൻസ് കിട്ടിയെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ടൈമിങ്ങും അവരുടെ കോമഡിയിലും ഫ്രഷ്നെസ് ഉണ്ട്. അവരിപ്പോൾ ഒരു പഴയ സാധനം എടുത്തിട്ട് വീണ്ടും ഇടുകയാണെങ്കിൽ അവരുടെ ടൈമിങ്ങും കാര്യങ്ങളും, ആ ടീം മൊത്തം അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്തൊന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, അവർ നല്ല ഫിലിമിലൊക്കെ അവർ വളരെ മുന്നേ വരണ്ടായിരുന്നു. ബട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു സമയമുണ്ടല്ലോ. സോ അവർ ഇതിനകത്ത് വന്നിരിക്കുന്നത് സിജു വിൽസൺ. എനിക്കറിയില്ല, ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിൽ 2.0 ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. എത്ര കണ്ട് എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞുകൂടാ. പുള്ളി ഫിലിം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം, കാരണം ആർക്കും ഇത്രയും ചാൻസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ സിജു വിൽസൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. പുള്ളിയുടെ കരിയറിൽ പുള്ളി ഇത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. എന്താ പറയുക, 19ാം നൂറ്റാണ്ട് അതിലൊക്കെ വേണ്ടിയിട്ട് പുള്ളി ഇട്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. മേജർ രവി അതിനുശേഷം നോട്ടോ ഇട്ടിരുന്നു. പുള്ളി ആ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള ഹീറോസൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതിൽ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ അറ്റ് എ ടൈം പുള്ളി കുറച്ചുകൂടെ സിജു വിൽസൺ കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് വരേണ്ട സമയം കഴിഞ്ഞു. പുള്ളി ഡിസേർവിംഗ് ആണ് ആക്ച്വലി. അപ്പോൾ ആകെ മൊത്തത്തിൽ കോക്കാച്ചി എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലർ മുഖംമൂടി അണിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊരാൾ പറയുന്നുണ്ട് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ടച്ച്. അത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത് അതോ കോക്കാച്ചിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ധ്യാൻ ശ്രീനിവാസനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ യൂഷ്വൽ സ്റ്റൈലൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ ഒരു ലോഡ് പടങ്ങളുണ്ടല്ലോ, ജയിലർ, സീക്രട്ട്, പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ടെണ്ണം, അതുപോലെ ഇഷ്ടം പോലെ ബോംബുകളുണ്ട്. അപ്പം ഈ 2.0 അർത്ഥമുണ്ടാകട്ടെ, പുള്ളിക്കും കരിയറിലൊരു നല്ല വഴിത്തിരിവാകട്ടെ. പിന്നെ ഓഫ് കോഴ്സ് സോഫിയ പോൾ, അവരുടെ ഒരു പ്രൊഡക്ഷൻ അണ്ടറിൽ വരുന്ന സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യാച്ചായിട്ട് മെയിനായിട്ട് തോന്നുന്നത്. പിന്നെ എവിടെയോ കേട്ടിരുന്നു ഇതും മിന്നൽ മുരളിയും ഒരു ക്രോസ് ഓവറാണ്, അപ്പം കുറുക്കൻമൂല അതേ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് വരുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിലിപ്പോൾ നോക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ആ അമ്മയായിട്ട് വരുന്ന ക്യാരക്ടർ അവർ മറ്റേ ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ, അതും ബേസലിൻ്റെ പടമായിരുന്നു. കുറുക്കൻമൂല, ആ ഗ്രാമം. അപ്പോൾ ആ ബുദ്ധി വന്ന മോനാണോ ഇനി ഇത്? മറ്റേ മാമുക്കോടെ മോനായിട്ട് ആണല്ലോ ധ്യാൻ ശ്രീനിവാസൻ അതിനകത്ത് വരുന്നത്. ആ ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നു. ഭയങ്കര മറവിയാണല്ലോ ഇന്നത്തെ ദിവസം, ഒരു രക്ഷയില്ല. ഓക്കെ, ഞാൻ എന്തായാലും പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്യാം, ഞാൻ ഓർമ്മ വന്നിട്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ലുക്സ് പ്രോമിസിങ്. പക്ഷേ പടം പുറത്ത് വരട്ടെ. ഉള്ളി ഫാക്ടർ ഡൗട്ടോടെ നോക്കാൻ കാരണം ധ്യാനാണ്. അതർവൈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സൂൺ എന്നാണ് ലാസ്റ്റ് എഴുതി കാണിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കംസ്. അപ്പോൾ ബൈ.